നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്. അവൾ ഇനി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇത്രയും നാളും എന്റെ മൂക്കിന് കീഴെ ഒളിച്ചിരുന്ന അവനും അവളും കൂടി എന്നെ കബളിപ്പിച്ചു. സത്യം പറഞ്ഞ അപ്പ തന്നെ രണ്ടിനെയും വെട്ടി എറിഞ്ഞ് തുണ്ടം തുണ്ടമാക്കി നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ മേഘനാഥന്റെ ഒരു രീതി അങ്ങനെ അല്ലാതായി പോയി. ഇത്തവണ എന്റെ കൺമുന്നിൽ അവരെ നേരിട്ട് കിട്ടണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. മനസ്സിലായോ? അത് ഞങ്ങൾ ഏറ്റു സാർ, വാക്കാണ്. പിന്നെ അത് ഞങ്ങൾ ഏറ്റു സാറേ. നടന്നത് തന്നെ. നീയൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാ എല്ലാ ഏറ്റെന്നും പറഞ്ഞ് കച്ചം കെട്ടി പോണത്? പുലി മടയില ചെന്ന് കയറി കൊടുക്കാൻ പോണത് അറിയാമോ നിനക്കൊക്കെ? ഏയ്, താനെന്താടോ അവരെ ഭയപ്പെടുത്തുകയാണോ? ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഭയപ്പെടുത്തുക തന്നെ വേണം സാർ. ഇവന്മാരെക്കാളും വണ്ണത്തിലും എണ്ണത്തിലും ഗുണത്തിലുള്ള എത്ര പേരെ നമ്മൾ അയച്ചയച്ചതാ. എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നോ ഇതുവരെ? മറ്റുള്ളവരെ പോലെ അല്ല ഞങ്ങള്. കൊണ്ടുവരുമെന്ന് പറഞ്ഞാ കൊണ്ടുവന്നിരിക്കും. സെയിം ഡയലോഗ്. ഒന്ന് ബാ അടച്ചിരിക്കൂ, ഞാൻ സാറിനോട് സംസാരിക്കട്ടെ. എന്താടോ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട് സാറേ, പ്രശ്നമുണ്ട്. ആ പ്രസാദ് എന്ന് പറയുന്നവൻ അത്ര മോശമല്ലെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മുമ്പ് നമുക്ക് ആളറിയില്ലായിരുന്നേ ഉള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ അയച്ച സകലവന്മാരെയും അപ്പോൾ ഒറ്റയ്ക്ക് ഇന്നല്ലേ അടിച്ചിഞ്ചപ്പരുവാക്കി തിരിച്ചു വിട്ടത്. മറന്നുപോയോ സാറത്? ഞാനൊന്നും മറന്നിട്ടില്ലടോ. മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അത്. കൊള്ളാം. എന്നിട്ടാണ് സാറ് ഇപ്പോഴും അവന്മാരെ വീട് കയറി ആക്രമിക്കാൻ പറ്റുന്നത്? പ്രസാദ് ഒറ്റയ്ക്കുണ്ടായിരുന്നാൽ തന്നെ യവന്മാരൊരു പുണ്ണാകം ചെയ്യൂല. അപ്പോഴാ അവനെ കൂടാതെ വേറെ ആണുങ്ങളുള്ള വീട്ടിലേക്ക് ഇവരെ കയറ്റി വിടുന്നത്. ഇവൻ്റെയൊക്കെ എല്ലും പല്ലും നഖവും മുടിയൊക്കെ പറക്കാനേ നമ്മൾ തന്നെ പോവേണ്ടി വരുമെന്നാണ് എൻ്റെ സംശയം. നോ 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 നോ, ഇത്തവണ താൻ ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ലടോ മനുഷ്യ. ഇത്തവണ ചില കണക്കുകൾ കൂട്ടിയും കിഴിച്ചുമാണ് ഈ മേഘനാഥൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവന്മാർക്ക് ധൈര്യമായിട്ട് അവിടെ കയറി ചെല്ലാൻ പറ്റും. പുഷ്പം പോലെ 3 പെണ്ണുങ്ങളെയും നുള്ളി എടുത്തുകൊണ്ട് വരാൻ പറ്റും. അതുറപ്പാ. പിന്നെ നടന്നത് തന്നെ. അപ്പൊ ആ വീട്ടിലെ ആണുങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് സാറിന്റെ കണക്കൂട്ടൽ. അത് സർപ്രൈസ്. എന്തായാലും ഇവന്മാരാ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഒറ്റ ആണുങ്ങളും ഉണ്ടാവില്ല. അത് ഈ മേഘനാഥന്റെ വാക്കാ. അതെങ്ങനെ? ഒന്ന് പറ സാറേ, കേക്കട്ടെ ഞങ്ങള്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ മണിച്ച? വേണോ? വേണ്ട. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിഞ്ഞാ മതി. അതാ അതിന്റെ ഒരു രസം. മനസ്സിലായോടോ മണിവർണ്ണൻ പിള്ള? എന്തായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.